ജീവിതത്തിൽ തന്നെ ഏറ്റവും വലിയ പോരാട്ടം നയിക്കുകയാണ് രേണുസുതി. ക്യാൻസർ എന്ന വ്യാധിയെ അതിജീവിക്കുക, തിരികെ ജീവിതത്തിലേക്ക് വന്ന് സന്തോഷമായി കഴിയണം എന്ന ലക്ഷ്യം മാത്രമേ ഇപ്പോൾ രേണുസുതിയുടെ മനസ്സിലുള്ളൂ. ദൈവത്തെ പോലും പഴിക്കാൻ താല്പര്യമില്ലെന്നും വിധിയാണെന്ന് വിശ്വസിച്ച് മുന്നോട്ട് പോവുകയാണ് എന്നും താരം മെയിൻ സ്ട്രീം വണ്ണിന് നൽകിയ അഭിമുഖത്തിൽ തുറന്ന് പറയുകയായിരുന്നു. എല്ലാവരും വിമർശിച്ചിട്ടും സബ്സ്ക്രിപ്ഷൻ വീഡിയോയുമായി മുന്നോട്ട് പോയത് ട്രീറ്റ്മെന്റിന് പണം കണ്ടെത്താൻ വേണ്ടിയാണ് എന്ന് രേണു പറയുന്നു. അസുഖം അറിഞ്ഞപ്പോൾ ദൈവമേ എനിക്കിത് വരുത്തിയല്ലോ എന്നാണ് ആദ്യം തോന്നിയത്. അസുഖം വരാൻ പോകുന്നുവെങ്കിൽ അതിനു മുന്നോടിയായി മനസ്സിൽ പല ചിന്തയും വരുന്ന ഒരു സത്യം തന്നെയാണ്. എന്തോ വരാൻ പോകുന്നുവെന്ന് മനസ്സിൽ തോന്നിയിരുന്നു. പിന്നെ എല്ലാം വിധിയാണ്. ദൈവത്തെ കുറ്റപ്പെടുത്തേണ്ട കാര്യമില്ല. ഞാൻ വിധിയിൽ വിശ്വസിക്കുന്നു. 32ാമത്തെ വയസ്സിൽ വിധിയാണ് ഇത്. 34ാമത്തെ വയസ്സിൽ ക്യാൻസർ സ്ഥിരീകരിക്കണമെന്നും 15ാം വയസ്സിൽ ശരീരത്തിൽ മുഴ വരണമെന്നും എല്ലാം വിധിയാണ്. ഞാൻ വലിയ ദൈവവിശ്വാസി തന്നെയാണ്. ദൈവം അറിയാതെ തലയിൽ ഒരു മുടി പോലും കൊഴിയില്ല എന്ന വിശ്വാസവും എനിക്കുണ്ട്. ഡോക്ടർമാരെ വിശ്വസിക്കുന്നു. അവർ എനിക്ക് ദൈവതുല്യർ തന്നെയാണ്. മരിക്കുന്നതിനും വരെ ജീവിക്കണം. അതുകൊണ്ടാണ് അസുഖം അറിഞ്ഞിട്ടും മുന്നോട്ട് പോയത്. എല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യണം. ട്രീറ്റ്മെന്റ് തുടങ്ങാൻ പോവുകയാണ്. ജീവിച്ച് തുടങ്ങിയതേ ഉള്ളൂ. ഇതൊരു വലിയ രോഗം തന്നെയാണ്. കുറ്റപ്പെടുത്തുന്നവരും വിമർശിക്കുന്നവരോടും ഒന്നും പറയാനില്ല. ശത്രുക്കളോട് പോലും ദേഷ്യമില്ല. അസുഖം എങ്ങനെയെങ്കിലും കുറയണമെന്ന ആഗ്രഹവും പ്രാർത്ഥനയും മാത്രമേ ഉള്ളൂ. ചേച്ചിയും കരിഷ്മയുമാണ് എല്ലാവരും അതിജീവിക്കാൻ എനിക്ക് ധൈര്യം പകരുന്നത്. അസുഖം മറച്ചു വെക്കുന്നത് വീട്ടുകാർ ദേഷ്യപ്പെട്ടില്ല. ജീവിക്കണമെന്ന ആ ആഗ്രഹം മാത്രമേ ഉള്ളൂ എന്ന് രേണു പറയുന്നു. സബ്സ്ക്രിപ്ഷൻ ആരംഭിച്ചതിന്റെ പേരിൽ എല്ലാവരും വിമർശിച്ചിട്ടും ചീത്ത പറഞ്ഞിട്ടും ഞാൻ മുന്നോട്ട് പോയത് എനിക്ക് ആവശ്യങ്ങൾ ഉള്ളത് കൊണ്ടാണ്. അസുഖം അറിഞ്ഞ ശേഷം തന്നെയാണ് സബ്സ്ക്രിപ്ഷൻ ആരംഭിച്ചതും വീഡിയോകൾ തുടരെ ചെയ്തതും. ട്രീറ്റ്മെന്റ് ചെയ്യേണ്ടി വരുമല്ലോ. വീട്ടുകാർ അറിഞ്ഞത് കഴിയുമ്പോൾ അവർ എന്നെ ചികിത്സിക്കാൻ കൊണ്ടുപോകുമെന്ന് എനിക്കറിയാമായിരുന്നു. അതിന് ആരും പണം തന്ന് സഹായിക്കാനില്ല. ആരും ഒന്നും കൊണ്ടുവന്ന് തരാനില്ല. സബ്സ്ക്രിപ്ഷൻ എന്റെ വരുമാന മാർഗമാണ്. യൂട്യൂബ് ചാനലിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നത് അതുകൊണ്ട് തന്നെയാണ്. ആൽബങ്ങളിൽ അടക്കം അസുഖം തിരിച്ചറിഞ്ഞിട്ടും അഭിനയിച്ചതും അതുകൊണ്ട് തന്നെയാണ്. എനിക്ക് ട്രീറ്റ്മെന്റ് ചെയ്യണം. എല്ലാം ദൈവത്തിന്റെ കയ്യിലാണ് എന്ന് രേണുസുതി പറയുന്നു. നിരവധി പേരാണ് രേണുവിന്റെ വെളിപ്പെടുത്തൽ വന്നോടെ ആശ്വസിപ്പിച്ചും പ്രാർത്ഥനയും നേരിട്ട് രംഗത്ത് വരുന്നത്. എപ്പോഴും നിന്നെ ഞാൻ ചേർത്ത് പിടിച്ചിട്ടേ ഉള്ളൂ. കൂടെയുണ്ട് എപ്പോഴും മാത്രമേ പറയാനുള്ളൂ. നീ ജീവിക്കണം മോളെ. നിന്റെ മകനും നിന്റെ അച്ഛനും അമ്മയ്ക്കും ചേച്ചിക്കും വേണ്ടി നീ ജീവിക്കണം. നിനക്കൊന്നും വരില്ല. നിന്നെ പോലെ സ്ട്രോങ് ആയ പെണ്ണ് വേറെ ഇല്ല മോള് എന്ന് ദിയാസന രേണുവിനെ കുറിച്ച് സോഷ്യൽ മീഡിയയിൽ കമന്റ് ചെയ്ത് പറയുന്നത്. രോഗം ഒരു ഇടവേള മാത്രമാണ്, ജീവിതത്തിന്റെ അവസാനമല്ല ഒരിക്കലും. മനസ്സ് തളരാതെ പ്രതീക്ഷ കൈവിടാതെ നിൽക്കും. നിങ്ങൾ വേഗം സുഖം പ്രാപിച്ച് വീണ്ടും പഴയ സന്തോഷമായ ജീവിതത്തിലേക്ക് മടങ്ങിയെത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. രേണു പൂർവാധികം ശക്തിയോടെ തിരിച്ചു വരും എന്ന് എല്ലാവരും പ്രാർത്ഥനയിൽ രേണുസുതി ഉണ്ട് എന്ന് പറയുന്നു. കളിയാക്കിയിട്ടുണ്ട്, പക്ഷെ ഇപ്പോൾ കുറ്റബോധം തോന്നുന്നു എന്നെങ്ങനെയെല്ലാം തന്നെ നിരവധി കമന്റുകൾ കാണാനും സാധിക്കുന്നത്. നിങ്ങൾക്ക് രേണുസുതിനെ ഇഷ്ടമാണെന്ന കാര്യം വീഡിയോയ്ക്ക് താഴെ കമന്റ് ചെയ്ത് പറയുക. വാർത്തകളും വിശേഷവും എത്രയും പെട്ടെന്ന് അറിയാം നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്ത് ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ഫ്രണ്ട്സ്.